നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 28-ാം തീയതി നടക്കുന്ന സംസ്ഥാന ഹർത്താൽ വിജയിപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യസ്നേഹികളും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ആദിവാസി ദളിത് പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. കേരളാടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം ഇതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തെ ഒരു ആത്മഹത്യയാക്കി മാറ്റാനാണ് കേരള സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കണ്ണൂർ ദന്തൽ കോളേജ് അധികൃതരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി മുറിയിൽ ഉൾപ്പെടെ അതൊരു ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാനുള്ള തീവ്രശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണം ഒരൊറ്റപ്പെട്ട സംഭവവുമല്ല, അതൊരു ആത്മഹത്യയുമല്ല, മറിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്, ഒരു കലാലയ കൊലപാതകമാണ്. അഖിലേന്ത്യാ തലത്തിൽ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ IIT, IM പോലുള്ള സ്ഥാപനങ്ങളിൽ രോഹിത് വെമുലയുടെ മരണം ഉൾപ്പെടെ നമ്മൾക്ക് അറിയാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രജനി അസാനന്ദിൻ്റെ ആത്മാഹുതിക്ക് ശേഷം ഏറ്റവും പിന്നീട് നടക്കുന്ന ഒന്നാണ് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മൊബൈൽ ഫോൺ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യയിട്ടുണ്ട്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് നിതിൻ രാജിൻ്റേത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരുന്ന ആദിവാസി ദളിത് വിദ്യാർത്ഥികളോട് ഗവൺമെൻറ് പൊതുവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തിൻ്റെയും അല്ലെങ്കിൽ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങളുടെയും കൂടി ഇരയാണ് നിതിൻ രാജ് എന്ന് പറയാതെ വയ്യ. രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ഭരണഘടനാ അവകാശങ്ങളെയും ഗവൺമെൻറ് അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഫീസ് നിർണ്ണയനത്തിലുൾപ്പെടെ സ്വാശ്രയ മേഖലയിൽ ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരിക്കുന്ന ഗവൺമെൻറ് ഉയർന്ന ഫീസ് വാങ്ങിക്കാനുള്ള അധികാരാവകാശങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ വാങ്ങിക്കുന്ന ഫീസിന് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ആദിവാസി ദളിത് അല്ലെങ്കിൽ അതുപോലുള്ള പാർശ്വവൽക്കൃത വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രാൻഡ് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഉയർന്ന തരത്തിലുള്ള ഫീസ് പ്രവേശന ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളോട് വാങ്ങിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിതിൻ രാജിൻ്റെ കാര്യത്തിൽ തുടക്കം അഡ്മിഷൻ നേടിയത് മുതൽ ഏതാണ്ട് 35,000 രൂപ ഡെപ്പോസിറ്റായിട്ടും മറ്റു തരത്തിലുള്ള ഫീസും വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതവർ കടം വാങ്ങിച്ചാണ് നൽകിയത്. പിന്നീട് മെഡിക്കൽ കിറ്റ് എന്നുള്ള പേരിൽ മറ്റൊരു 35,000 രൂപയും പ്രതിമാസം മെസ് അലവൻസിന് വേണ്ടി 4,500 രൂപയും പ്രതിമാസം കൊടുക്കാൻ ആ വിദ്യാർത്ഥി നിർബന്ധിതമായിരുന്നു. എന്നാൽ ഹോസ്റ്റൽ എന്നുള്ള പേരിൽ യാതൊരു സൗകര്യവും ചെയ്തിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വിദ്യാർത്ഥിയെ സിക്ക് റൂമിലാണ് താമസിപ്പിച്ചിരുന്നത് എന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്നത് തുടക്കം മുതൽ തന്നെ ആ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി ഗവൺമെൻറ്റാണ്, SC/ST ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാണ് കാരണം എന്നുള്ള ഒരു വ്യാജകഥ ഗവൺമെൻറ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിരവധി വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കാറുണ്ട്, യുവാക്കൾ ഉപയോഗിക്കാറുണ്ട്. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അറിവോടുകൂടി തന്നെയാണ് നടത്തിയിരുന്നത്. കേവലം 14,000 രൂപയുടെ ഒരു കടമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു വലിയൊരു മാനസിക പ്രശ്നമായി ആ വിദ്യാർത്ഥി എടുത്തിരുന്നില്ല എന്നത് അതിന് വിദ്യാർത്ഥി കുടുംബവുമായി നടത്തിയ സന്ദേശങ്ങളിലും വീഡിയോ സന്ദേശങ്ങളിലും എല്ലാം തന്നെ വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ ഒരു ഹേതുവായി പ്രചരിപ്പിക്കുന്നത് അവിടുത്തെ ക്രിമിനൽ സ്വഭാവമുള്ള അധ്യാപകരും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഗൂഢാലോചനയാണ്. യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് ഉന്നതമായ യോഗ്യത നേടിക്കൊണ്ട് തന്നെ കടന്നു വന്ന വിദ്യാർത്ഥി കലാലയത്തിൽ എത്തിയത് മുതൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിദ്യാർത്ഥിയാണ് എന്ന് അറിഞ്ഞതു മുതൽ സാമ്പത്തികമായി ദുർബല സാഹചര്യത്തിൽ നിന്ന് വന്നൊരു വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞതു മുതൽ ആ കുട്ടിക്കെതിരെ നിരവധി ഹരാസ്മെൻറ്റുകൾ, അതിക്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർ റാമിൻ്റെ ഭാഗത്തുനിന്നാണ് ഏറ്റവും കൂടുതലുണ്ടായത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വിദ്യാർത്ഥിക്ക് നിതിൻ രാജിനെതിരെ മാത്രമല്ല,
ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുട്ടികളുടെ നിറത്തിൻ്റെ പേരിൽ ഒക്കെ നിരവധി തരത്തിലുള്ള അതിക്രമങ്ങളുടെ വലിയൊരു പരമ്പര ആ ക്യാമ്പസിൽ നടന്നിരുന്നു. അതിൻ്റെ വലിയൊരു സെൻറ്റർ ഈ പറയുന്ന ഡോക്ടർ റാമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ ഡോക്ടർ റാമിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരു സാഡിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു മനോരോഗ സാധ്യതയുള്ള ഒരാളെന്നുള്ളത്, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വഭാവമുള്ള ഒരാളെന്നോ അല്ലെങ്കിൽ അസാധാരണ വ്യക്തിത്വമുള്ള ഒരു ആളാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിൻ്റെ ഗതി തിരിയേണ്ടതുണ്ട് എന്നതാണ് പൊതുവിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന കുഞ്ഞ് മരണപ്പെടുന്ന ദിവസം പ്രിൻസിപ്പലിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നത് ഡോക്ടർ റാമാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥിയോടുള്ള ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം അധ്യാപക സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ഹരാസ്മെൻറ്റിനെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ തിരിച്ച് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു പകപോക്കൽ സ്വഭാവം ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഡോക്ടർ ലത എന്ന് പറയുന്ന അധ്യാപികയുമായി ഒത്തുചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ പരാതി എത്തുകയും അതിൻ്റെ പേരിൽ അവരുടെ അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളാണെന്ന് ആണ് ഊഹിക്കാൻ കഴിയുന്നത്. അവരുടെ ഒരു ബോർഡ് മീറ്റിംഗ് പോലെ കൊണ്ടുവന്ന് അതിലേക്ക് കുട്ടിയെ ഹാജരാക്കിക്കൊണ്ട് അന്ന് ക്ലാസ് റൂമിൽ പോകുന്നത് പോലും അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഏതോ തരത്തിലുള്ള വലിയൊരു സമ്മർദ്ദം വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കിയിരുന്നത് ഈ ഡോക്ടർ റാമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. എന്തായാലും ആ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇന്ന് വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ബോൾഡായി തന്നെ അവിടെ നിൽക്കുന്നൊരു വിദ്യാർത്ഥിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് പിന്നീട് ഈ മരണം സംഭവിക്കുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായി മാറി എന്നതിലാണ് ഇതിലുള്ള ദുരൂഹത നിലനിൽക്കുന്നത്. 1.5-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇടവേളയിൽ ഈ വിദ്യാർത്ഥി ആരൊക്കെയായി ബന്ധപ്പെട്ടു, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ചുള്ള നിരവധി ദുരൂഹതകളുണ്ട്. എവിടെയാണ് ഈ കുട്ടി വീണു എന്ന് പറയുന്നത്? 5ാം നിലയിൽ നിന്നാണെന്ന് ചില സ്റ്റോറി പരത്തുന്നു, 3ാം നിലയിലാണെന്നുള്ള സ്റ്റോറി പരത്തുന്നു, സ്റ്റെയർ കേസിൻ്റെ വിടവിലൂടെയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഗുരുതരമായ മുറിവുകൾ ഈ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അത് വളരെ ആസൂത്രിതമായി മരണപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏതോ തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ ആന്തരാവയ പരിശോധനയും ഇപ്പോൾ നടത്തിയിട്ടില്ല. അതും അന്വേഷണത്തിൽ വളരെ പ്രധാനമാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന് പോലീസിന് ഇത്ര വേഗം നിരീക്ഷണത്തിൽ എത്തിച്ചേരാൻ? ഈ പറയുന്ന എല്ലാ തരത്തിലും പരസ്പര വിരുദ്ധമായ ചില FIR ഉണ്ടാക്കിക്കൊണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നയമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചാർത്തിയിരിക്കുന്ന കേസുകൾ ഒരു കോടതിയിലും നിലനിൽക്കാൻ പോകുന്നില്ല. എല്ലാ പ്രതികൾക്കും രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടുകൂടാ. കാരണം നിധിൻ ഒരു തരത്തിലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ലെന്നുള്ളത് മാത്രമല്ല, വളരെ ഹീനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിനി ആവർത്തിക്കാതിരിക്കാൻ സത്യം പുറത്തു വരേണ്ടതുണ്ട്, അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ഒരു ഇൻഫറൻസിൽ നിന്ന് മാത്രമാണ് അന്വേഷണം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടുത്തെ തെളിവുകൾ ഇതിനകം തന്നെ നിരവധി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇനിയും വർദ്ധിക്കുന്നതിന് മുമ്പേ എന്തായാലും ജനകീയ വികാരം ശക്തമായി ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും 28 നടക്കുന്ന ഹർത്താൽ വിജയിപ്പിക്കാൻ സജീവമായി രംഗത്തിറങ്ങണമെന്ന് ഞാനൊന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. Dhamma News Channel.